നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനം 27-ന് ആരംഭിക്കാൻ പോവുകയാണ്. 3 മത്സരങ്ങൾ വീതമുള്ള T20 ഏകദിന പരമ്പരയാണ് ഇരു ടീമും തമ്മിൽ കളിക്കുന്നത്. ഇന്ത്യൻ T20 ടീമിൽ നിന്ന് നായകൻ രോഹിത് ശർമ്മ വിരമിച്ചിരുന്നു. T20 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെയായിരുന്നു രോഹിത് വഴിമാറിക്കൊടുത്തത്. പകരക്കാരനായി ആര് വരും എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന ചോദ്യം. സാധ്യതകൾ പ്രകാരം ഹർദിക് പാണ്ഡ്യയായിരുന്നു ഇന്ത്യയുടെ അടുത്ത നായകനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് ഹർദിക്. രോഹിത് ക്യാപ്റ്റനായിരുന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു. പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നത് ഹർദിക് പാണ്ഡ്യയായിരുന്നു. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതോടെ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ്. നായകസ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. T20-ൽ ഇന്ത്യയെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് ആയിരിക്കും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളിലുള്ളത്. ഹർദിക് പാണ്ഡ്യയെ ഒതുക്കാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് എന്ന് വ്യക്തം. ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടെ ഹർദിക് തന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വൈറലായിരിക്കുകയാണ്. പരിക്കിനെ തുടർന്ന് വലിയ വേദനകൾ നേരിടേണ്ടി വന്നുവെന്നാണ് ചിത്രമടക്കം പങ്കുവച്ച് ഹർദിക് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. 2023-ലെ ലോകകപ്പിനിടെയുണ്ടായ പരിക്കിന് ശേഷമുള്ള യാത്ര അല്പം ദുഷ്കരമായിരുന്നു. ഈ അധ്വാനത്തിൻ്റെ ഫലമാണ് T20 ലോകകപ്പ്. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം എപ്പോഴാണെങ്കിലും ലഭിക്കും. കഠിനാധ്വാനം ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകില്ല. എല്ലാവരും ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക എന്നൊക്കെയാണ് ഹർദിക് കുറിച്ചത്. ഇത് ഗൗതം ഗംഭീറിനെതിരായ ഒളിയമ്പ് ആണ് എന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത്തിന് ശേഷം T20-യിലെ അടുത്ത നായകസ്ഥാനം അർഹിക്കുന്നത് ഹർദിക് പാണ്ഡ്യയാണ്. സഹനായകനാക്കിയത് അതുകൊണ്ട് തന്നെയാണ്. ഹർദിക് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ സ്വയം മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നയാളാണ്. ഈ കഴിവ് അതായത് ഗംഭീർ ചൂണ്ടിക്കാട്ടുന്ന സൂര്യകുമാർ യാദവിന് അവകാശപ്പെടാനാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ടീം വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോഴും വലിയ സമ്മർദ്ദമുള്ള സാഹചര്യത്തിലും സൂര്യകുമാർ യാദവ് വേണ്ട രീതിയിൽ കളിക്കാതെ പോകുന്നത്, അതായത് മോശം പ്രകടനം നടത്തുന്നതാണ് കാണാനാകുന്നത്. അവസാന T20 ലോകകപ്പിൻ്റെ ഫൈനൽ തന്നെ ഇതിന് ഉദാഹരണമാണ്. ഒരു ക്യാച്ച് ഒഴിച്ചു നിർത്തിയാൽ ബാറ്റിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം സൂര്യകുമാർ യാദവിൽ നിന്നുണ്ടായില്ല. ഹർദിക് പാണ്ഡ്യ നായകനെന്ന നിലയിൽ 3 IPL സീസൺ പൂർത്തിയാക്കി കഴിഞ്ഞു. സൂര്യകുമാർ ഉണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസ് ഹർദിക്കിനെ തിരികെ എത്തിച്ച് നായകനാക്കിയത് ഹർദിക്കിലെ മികവ് തിരിച്ചറിഞ്ഞതിനാലാണ്. എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗംഭീർ എത്തിയതോടെ കഥ ആകെ മാറുകയായിരുന്നു. ഇഷ്ടക്കാരെ ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിരുന്നു ഗംഭീർ നടത്തി വരുന്നത്. സൂര്യകുമാർ യാദവ് നായകനെന്ന നിലയിൽ അനുഭവ സമ്പത്തുള്ളയാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാളും ഇന്ത്യൻ നായകനാകാൻ യോഗ്യൻ ഹർദിക് പാണ്ഡ്യ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ സൂര്യകുമാർ യാദവും ഗംഭീറും അടുത്ത ബന്ധമാണുള്ളത്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ വന്നു കഴിഞ്ഞാൽ ഗംഭീറിനുള്ള ഒരു മേധാവിത്വം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ സൂര്യകുമാർ യാദവ് കളിച്ചു വളർന്നത് ഗംഭീറിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗംഭീർ എപ്പോഴും പ്രശംസിക്കുന്ന കളിക്കാരിൽ ഒരാൾ കൂടിയാണ് സൂര്യകുമാർ യാദവ്. ഗംഭീറിനോട് സൂര്യകുമാറിന് ബഹുമാനവും ആദരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗംഭീറിൻ്റെ എന്ത് നീക്കവും നടന്നേക്കാം. അതേസമയം ഹർദിക് പാണ്ഡ്യ വന്നാൽ ഗംഭീറിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഗംഭീറിൻ്റെ നീക്കങ്ങളെ ഹർദിക് ചോദ്യം ചെയ്യാൻ മടികാട്ടില്ല. അതുകൊണ്ട് തന്നെ ഗംഭീർ ഹർദിക്കിനെ തടയാനായിരിക്കും ശ്രമിക്കുക. ഹർദിക് പാണ്ഡ്യ മികച്ച റെക്കോർഡുള്ള നായകനായിട്ടും അതിനെ മറികടന്ന പരിചയസമ്പത്തില്ലാത്ത സൂര്യകുമാറിനെ കൊണ്ടുവരുന്നത് ഇന്ത്യൻ ടീമിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.